സ്പെയിനിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ട്രഡീഷനാണ് സലൂത് പറയുക എന്ന് പറയുന്നത്. സ്പാനിഷുകാരുള്ള എവിടെയെങ്കിലും ചെന്നുപെട്ട് അറിയാതെ എങ്ങാനും നമ്മൾ തുമ്മിപ്പോയി കഴിഞ്ഞാൽ അവരൊരു വാക്ക് പറയും, അതാണ് സലൂത്. ചില സന്ദർഭങ്ങളിൽ ഹെസൂസ് എന്നും പറയും. ഞാനിവിടെ സ്പെയിനിൽ വന്ന സമയത്ത് ഇവരെന്താ പറയുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു. കാരണം സ്പാനിഷ് പഠിച്ച് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സലൂത് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് എന്നാണ് അർത്ഥം. ആരായിക്കോട്ടെ, ആര് തുമ്മിയാലും ഇവര് സലൂത് അല്ലെങ്കിൽ ഹെസൂസ് എന്ന് പറയും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ഒരു വലിയൊരു സ്റ്റോറി ഉണ്ട്. 6-ാം നൂറ്റാണ്ടിൽ പ്ലേഗ് രോഗം പോലുള്ള കടുത്ത രോഗങ്ങൾ കൊണ്ട് ഒരുപാട് പേർക്ക് മരണം സംഭവിച്ചിരുന്നു. ആ കാലഘട്ടത്തില് അണുബാധയുടെ ആദ്യത്തെ ലക്ഷണമായിട്ട് തുമ്മലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അന്നുണ്ടായിരുന്ന പോപ്പ് ഗ്രിഗറി എന്ന് പറഞ്ഞ മാർപ്പാപ്പ രോഗത്തിൽ നിന്ന് ആ വ്യക്തിയെ സംരക്ഷിക്കുന്നതിന് ഏതെങ്കിലും ഒരു വിഷിങ്സോ ബ്ലെസ്സിങ്സോ തുമ്മുന്ന ആളുകൾക്ക് നൽകണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അങ്ങനെ തുമ്മുന്ന ആളുകളോട് സലൂത് പറയാൻ തുടങ്ങി. അവിടെ നിന്നാണ് സലൂത് എന്ന് പറഞ്ഞൊരു പദം വന്നത്. മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിന്റെ പിന്നിൽ വേറെ ഒരു സ്റ്റോറി ഉണ്ട്. തുമ്മുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവ് താൽക്കാലികമായി പോയിട്ട് ആ സ്ഥലത്തേക്ക് ദുഷ്ടാത്മാക്കൾ വരുമെന്നാണ് പണ്ടുള്ളവർ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആരാണോ തുമ്മുന്നത് അവരുടെ ചുറ്റുമുള്ള ആളുകൾ അവരെ സംരക്ഷിക്കുന്നതിന് ആത്മീകമായിട്ടുള്ള കവചം എന്നുള്ള രീതിയിൽ സലൂത് അല്ലെങ്കിൽ ഹെസൂസ് എന്ന് പറയും. ഹെസൂസ് എന്ന് പറഞ്ഞാൽ ജീസസ് എന്നാണ് കേട്ടോ അർത്ഥം. സലൂത് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് എന്നും. അതിന്റെ കൂടെ തന്നെ ചെറുതായിട്ടൊരു മിത്തും പാടെ പരക്കുന്നുണ്ട്. ഹൃദയം ഒരു സെക്കൻഡ് നിന്നു പോകുന്ന സമയത്താണ് സലൂത് പറയുന്നതെന്നാണ് ചിലർ പറയുന്നത്. എന്താലേ, ഒരു സലൂതിന്റെ പിന്നിൽ എന്തൊക്കെ കഥകളാ. പക്ഷെ ഇന്നത്തെ ഈ ആധുനിക യുഗത്തിൽ ഈ വാചകം മര്യാദയുടെയും ദയയുടെയും ഒരു ഫ്രേസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരു മുൻപരിചയം ഇല്ലാത്ത ആളുകളുടെ അടുത്ത് നിന്ന് നമ്മൾ തുമ്മിയാലും അവര് നമ്മളെ സലൂത് എന്ന് പറയും. ഏതൊരു കൂട്ടത്തിൽ ചെന്നാലും നമ്മളെ അവര് കൺസിഡർ ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. സ്പാനിഷ് കൾച്ചർ അനുസരിച്ച് 3 പ്രാവശ്യം ഒരുമിച്ച് തുമ്മാണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം സലൂത് എന്നും, രണ്ടാമത്തെ പ്രാവശ്യം ദിനേരോ എന്നും, മൂന്നാമത്തെ പ്രാവശ്യം അമോർ എന്നും പറയും. സലൂത് മീൻസ് ഹെൽത്ത്, ദിനേരോ മീൻസ് മണി, അമോർ മീൻസ് ലവ്. ഇങ്ങനെ പറഞ്ഞ് സ്പാനിഷുകാർ നമ്മളെ വിഷ് ചെയ്യും. എങ്ങനെയുണ്ട് ഇവരുടെ ട്രഡീഷൻസ്? എന്തായാലും ഞാൻ ഇവിടെ സ്പെയിനിലേക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് തുമ്മിയാൽ പോലും നമ്മളെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരാണല്ലോ നമുക്ക് ചുറ്റുമുള്ളത്. നമ്മളോട് സലൂത് പറയുന്ന സമയത്ത് നമ്മൾ ഗ്രാസിയാസ് പറയണം മറക്കരുത്. സ്പെയിനിലെ മറ്റൊരു വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.